ടാറ്റ പഴയ ടാറ്റയല്ല എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ മോഡലാണ് ഈ കിടക്കുന്ന മോഡൽ. അതായത് ടാറ്റ ഹാരിയറിൻ്റെ ഫിയർലെസ് ഡാർക്ക് എഡിഷൻ. അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മാൻലി ലുക്ക് തോന്നിയ തരത്തിലുള്ള മുൻവശമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് DRLോട് കൂടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ട്, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന തരത്തിലുള്ള ഈ ഹെഡ് ലാമ്പ് യൂണിറ്റ് ടാറ്റയുടെ വണ്ടികളാണ് ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. ഇപ്പോൾ പല വാഹനങ്ങളും നമുക്കത് കാണാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ടാറ്റയുടെ ലോഗോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിങ്ങിന് അങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ അടിവശത്തായിട്ട് ഒരു ഫ്രണ്ട് ക്യാമറയും കൊടുത്തിരിക്കുന്നു. വലിയൊരു ഗ്രില്ലിലാണ് അതങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ കട്ടിങ്ങൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഒരു ഡിസൈനാണ് ഈ ഫ്രണ്ടിലെ ഡിസൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടിയിൽ വലിയ ഒരു എയർ ഡാം കൊടുത്തിട്ട് അതിൽ പാർക്കിംഗ് സെൻസേഴ്സും അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ സിസ്റ്റം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ നല്ല വലുത് നല്ല ഭംഗിയുണ്ട്. അടിയിൽ ഒരു സ്കിഡ് പ്ലേറ്റും അങ്ങനെ കൊടുത്ത് നല്ല മനോഹരമാക്കി അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ DRL വിത്തുള്ള ഈ ഇൻഡിക്കേറ്റർ ഓടിയുടെ വണ്ടികളാണ് ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. ഇവിടെ ഒരു ഐസ് ക്യൂബ് മാതിരിയുള്ള ഒരു ഫോഗ് ലാമ്പും ഒരു എയർ സ്കൂപ്പും ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോർണർ ഹെഡ് ലാമ്പാണ് ഇതിൻ്റെ. ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിനി ബോണറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ബോണറ്റിൻ്റെ ഡിസൈൻ നമുക്ക് നല്ല എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ബോണറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ചെറിയ ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ DRL വലിയ ഒരു DRL ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഇൻഡിക്കേറ്ററായിട്ട് കണക്റ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓടിയുടെ വണ്ടികളാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. ഇപ്പോൾ പല വാഹനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അറ്റം വരെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് കോർണറിങ് ഉണ്ട്. അതിനകത്ത് വശങ്ങളിലേക്ക് തിരിക്കുമ്പോൾ വശങ്ങളിലേക്ക് തിരിഞ്ഞു പോകാനുള്ള കോർണറിങ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി സൈഡിലേക്ക് വരുമ്പോൾ സൈഡിലും അതെ, ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. ടാറ്റയ്ക്ക് മനോഹരമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഡാർക്ക് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ട് ബോഡി കളറോട് കൂടിയിട്ടുള്ള മിറർ ഇൻഡിക്കേറ്ററോട് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ 360 ഡിഗ്രി ക്യാമറ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫ് റെയിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റൂഫ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ മിററിൽ ഒരു സംഭവമുണ്ട്. അതായത് നമുക്ക് ഓവർടേക്ക് ചെയ്ത് വല്ല വണ്ടികളൊക്കെ വരുമ്പോൾ അതിൽ ബീപ്പ് സൗണ്ട് പോയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും വണ്ടി ഉള്ളിൽ ഇരിക്കുമ്പോൾ. അതുപോലെ ഈ റൂഫ് റെയിലൊക്കെ നല്ല ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. കൊള്ളാം. അതിൻ്റെ വശങ്ങളിലൊക്കെ ഈ ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ വലിയൊരു കോട്ടൺ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അതിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഫിനിഷിംഗ് നല്ല മനോഹരമായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ ഇവിടെയുള്ള ഈ ഡിസൈൻ, ഈ കട്ടിങ്ങൊക്കെ നല്ല മാൻലി ലുക്ക് തോന്നിക്കുന്ന, നല്ല മസ്കുലർ ഫീലിംഗ് തോന്നിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബോഡി കളറോട് കൂട്ടുള്ള ഹാൻഡിൽ നോർമൽ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹാൻഡിലേക്ക് വരുമ്പോൾ കീലെസ് ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ മൺഗാർഡിൻ്റെ അവിടെയായിട്ട് ക്ലാഡിങ്, അങ്ങനെ വീതി കുറഞ്ഞ ക്ലാഡിങ് അവിടെ നിന്ന് വന്നിട്ട് അടിയിലേക്ക് വരുമ്പോൾ വീതി കൂടിയ ഒരു ക്ലാഡിങ് ആയിട്ട് മാറുന്നൊരു കാഴ്ചയാണിത്.
205 mm ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഹാരിയർ എന്ന് വലിച്ചു നീട്ടി അങ്ങനെ എഴുതിയിട്ടുണ്ട്. കൊള്ളാം, ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾ ടയറിലേക്ക് വരുമ്പോൾ 19 അലോയിലാണ് കൊടുത്തിട്ടുള്ളത്. ടാറ്റയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. ട്യൂബ്ലെസ് റേഡിയൽ ടയറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടും ബാക്കിലും വരുന്നത്. അലോയിൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ അലോയിലിൻ്റെ ഡിസൈൻ. ഡാർക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്, അല്ല ബ്ലാക്കാണ്. പിന്നെ ഇവിടെ റൂഫിൽ പനോരമിക് സൺ റൂഫും ഷാർപ്പിൻ ആൻറ്റിനെയും കൊടുത്തിട്ടുണ്ട്. നല്ല ഒന്നൊന്നര ഒരു ഡിസൈനാണ് ഇതിൻ്റെ റിയർ ഡിസൈൻ. പിന്നെ ഇവിടെ നമുക്ക് ഒരു വലിയൊരു സ്പോയിലർ, അതുപോലെ തന്നെ അതങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് വിത്ത് വാഷർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ടാറ്റ വണ്ടിയിലും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്, വെള്ളം വരുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമുക്കിവിടെ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡീഫോഗേഴ്സ് ഗ്ലാസ്സിൽ കൊടുത്തിട്ട് ഗ്ലാസിൻ്റെ വശങ്ങളിലൊക്കെ ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. പിന്നെ ഇവിടെയൊക്കെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ പോകുന്നുണ്ട്. കൊള്ളാം. ടാറ്റയുടെ ആൾട്രോസിൻ്റെ ഒരു ഡിസൈനാണ് ഈ ടൈൽ ഗേറ്റിൻ്റെ ഡിസൈൻ. പക്ഷേ ചില വ്യത്യാസങ്ങളൊക്കെ ഈ ഡിസൈനിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പിന്നെ ഈ ഫ്രണ്ട് എത്ര നല്ല ഭംഗിയുണ്ടോ അതിനേക്കാളും ഭംഗിയാണ് ഈ റിയറിലേക്ക് വന്നപ്പോൾ. കൊള്ളാം. പിന്നെ ഇവിടെ കണ്ടില്ലേ ടൈൽ ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് അറ്റം വരെ നീണ്ടു നിൽക്കുകയാണ്. അതിൽ ചെറിയ ഡിസൈനൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെയുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. ബേസിക്കലി ഒരു ആൾട്രോസിൻ്റെ ഒരു ടൈൽ ഗേറ്റാണിത്. പിന്നെ ഈ LED സ്ട്രിപ്പ് ഇവിടെ അറ്റം വരെ പോകുന്നത് നല്ല മനോഹരമായിട്ടുണ്ട്. അതിൽ ഈ ചെറിയ കട്ടിങ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. അതിലെ എലമെൻസൊക്കെ നല്ല വൃത്തിയുണ്ട്, അത് കാണാനായിട്ട് നല്ല സൂപ്പറായിട്ട് അടിപൊളി. അങ്ങനെ നമ്മൾ പുറകുവശം നല്ല ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ ടാറ്റയുടെ ഒരു ലോഗോ സ്റ്റീൽ ഫിനിഷിങ്ങിൽ അതിൻ്റെ അടിയിലായിട്ട് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. അവിടെ തൊട്ട് താഴെയായിട്ട് ഹാരിയർ എന്ന് നല്ല വിട്ട് വലിച്ചു നീട്ടിയാണ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെയായിട്ടാണ്. അതിൻ്റെ അടിയിൽ ഒരു എയർ സ്കോപ്പ് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്നു. ഒരു ഫോഗ് ലാമ്പും അതിൽ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ. ബാക്കിലെ ഡിസൈൻ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ഇപ്പുറത്തേക്ക് വരുമ്പോൾ 50 ലക്ഷം കാറുകൾ വിറ്റതിൻ്റെ ഒരു ബാഡ്ജിങ്, അത് കുറേ വാഹനങ്ങൾ നമ്മൾ കാണുന്നു. ഇനിയും പല വാഹനങ്ങളിൽ നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഡിസൈനിലേക്ക് വരുമ്പോൾ നമുക്ക് റേഞ്ച് റോവർ ഡിസ്കവറി സ്പോട്ടിൻ്റെ ഒരു പലതും ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണെങ്കിലും ഡിസ്കവറി സ്പോട്ടിനൊക്കെ വട്ടപൂജ്യത്തിലാക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് ഈ ഹാരിയറിൻ്റെ ഡിസൈൻ. കാരണം വളരെ മികച്ച ഒരു ഡിസൈനാണ്. മുൻവശമായാലും പുറകിലത്തെ ആയാലും വശങ്ങളിലായാലും എല്ലാം ഒന്നും പറയാനില്ല, ഒരു കുറ്റവും പറയാൻ പറ്റില്ല. അത്ര നല്ല അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ ഡിസൈൻ. ആർക്കും ഒന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ മനോഹരമായ ആ ബൂട്ട് തുറക്കാം. അതിനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് പോണില്ല. സ്വിച്ച് കിട്ടി. പിന്നെ സ്വിച്ച് ഇല്ലാതെ നമുക്ക് തുറക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സ്വിച്ച് ഞെക്കിയപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി. കൊള്ളാം. അതുപോലെ തന്നെ അത് അടയ്ക്കാനായാലും നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഞെക്കിക്കഴിഞ്ഞാൽ അടഞ്ഞങ്ങോട്ട് പൊക്കോളും. നമ്മൾ വലിയ ബുദ്ധിമുട്ട് ഒന്നും അടയ്ക്കൊന്നും വേണ്ട. അത് പിന്നെ കണ്ടില്ലേ കാല് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് തുറക്കാൻ സംവിധാനമുണ്ട്. സത്യം പറഞ്ഞാൽ പല വണ്ടിയിലും ഇങ്ങനെ കാണിച്ചിട്ട് തുറക്കാൻ പറ്റാറില്ല. എൻ്റെ കാലിൻ്റെ കുഴപ്പമാണോ ഷൂവിൻ്റെ കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും തുറക്കാൻ പറ്റണില്ല. അത് നല്ലൊരു ഓപ്ഷനാണ്, അത് തുറക്കാൻ പറ്റുന്നുള്ളത്. എൻ്റെ കാലിൻ്റെ കുഴപ്പം തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. അധികം നേരം ഇനി നോക്കി നേരം കളയുന്നില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ തുറക്കാം. അപ്പോൾ ഞാനത് നമ്മുടെ ഇലക്ട്രോണിക് സ്വിച്ച് ഞെക്കി കഴിഞ്ഞപ്പോൾ ആശാന്തി അങ്ങനെ മേലേക്ക് അങ്ങനെ പോയി. നമുക്ക് എന്തായാലും ഈ പരിപാടി പറ്റുള്ളൂ. നമ്മുടെ കാലിന് എന്താ കുഴപ്പമുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഷോക്ക് അബ്സറൊക്കെ കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷോക്ക് അബ്സറാണ്. ഒന്നല്ല രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത് പിടിച്ച് താത്തിയാലും നമുക്ക് അടയ്ക്കാൻ പറ്റും. അത് വേണ്ട, സ്വിച്ച് ഞെക്കാം, അതാണ് നല്ലത്. പിന്നെ ബോട്ടിലേക്ക് വരുമ്പോൾ നല്ല സ്പേസ്. ഇവിടെ നമുക്കൊരു സബ് വൂഫർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 445 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കപ്പാസിറ്റി. നല്ല വലുപ്പത്തിലുള്ള ഒരു ബൂട്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ സ്റ്റെപ്പിന് ഇല്ലല്ലോ, സ്റ്റെപ്പിന് ഉണ്ടെന്ന് വിചാരിച്ച് നോക്കി ഞാൻ ആരും മണ്ടനായില്ല. സ്റ്റെപ്പിന് ചിലപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. താഴെ ഉണ്ടാ സ്റ്റെപ്പിന് ടയർ താഴെ കൊടുത്തിരിക്കുന്നു. അതെന്തായാലും നന്നായിട്ടുണ്ട് താഴെ കൊടുത്തത്. അപ്പോൾ
നമ്മളിനി ബൂട്ടിലേക്ക് വരുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ സീറ്റ് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സ്പേസ് കിട്ടും ഇവിടെ ഇരിക്കാൻ ആൾക്കാരില്ലെങ്കിൽ. ഇപ്പോൾ 5 പേർക്ക് ഇരുന്ന് പോകുമ്പോഴും നമുക്ക് ബാക്കിൽ നല്ല ഒരു സ്പേസ് തന്നെയാണ് ബാക്കിൽ കിട്ടുന്നത്. ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് ഞെക്കി ഇതിനെ അടയ്ക്കാം. അങ്ങനെ പോയി കൊള്ളാം, മനോഹരമായ ഒരു റിയർ. ഇനി നമ്മൾ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റീൽ ഫിനിഷിങ് കാണാം. അതോടുകൂടി തന്നെ നല്ല ഒരു ഡിസൈൻ തീം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡിൽ അതിൻ്റെ വശങ്ങളിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് നല്ല വീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്വിച്ചസൊക്കെ നല്ല മനോഹരമായിട്ടാണ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊരു 6 ഇഞ്ചിൻ്റെ സ്പീക്കർ, അതുപോലെ തന്നെ ഇഷ്ടം പോലെ ബോട്ടിൽ വെക്കാമെന്നുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു കുട വെക്കാം, അത്യാവശ്യം പേപ്പേഴ്സൊക്കെ വെക്കാം. നല്ല വലുപ്പത്തിലുള്ള പല പല ഡിസൈൻ ചേർത്തിട്ടുള്ള ഒറ്റൊരു ഡോർ. ഇനി നമ്മൾ സീറ്റിലേക്ക് വരുമ്പോൾ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. മുന്നിലേക്കും പുറകിലേക്കും അങ്ങനെ പൊക്കോളും. അതുപോലെ തന്നെ അതിൻ്റെ ചാരമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സുഖമായിട്ട്. ഇലക്ട്രിക്കലായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മെമ്മറി സൂക്ഷിക്കാൻ പറ്റുന്ന 3 സ്റ്റെപ്പ് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. വെൻറ്റിലേഷൻ സീറ്റാണ്, അതിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെതറേറ്റഡ് വെൻറ്റിലേറ്റർ സീറ്റാണ് ഫ്രണ്ടിലുള്ളത്. ബാക്കിൽ വെൻറ്റിലേഷൻ കൊടുത്തിട്ടില്ല, ലെതറേറ്റഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ വശങ്ങളിലുള്ള ഈ കുഷ്യനൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഡാർക്ക് എന്ന ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ ഇവിടെ ഒരു എയർ ബാഗ് എന്നൊരു ബാഡ്ജിങ് കൊടുത്ത് എയർ ബാഗ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഒരു കനത്തിലുള്ള ഒരു കുഷ്യനോട് കൂട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്, മനോഹരമായ ഒരു സീറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ റിമോട്ട് ചായ് വരുന്നത് ഇങ്ങനെയാണ്. അതിലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ട് നല്ല മനോഹരമായ ഒരു സ്പോട്ടി ലുക്ക് തോന്നിക്കുന്ന ഒരു ചാവിയാണ്. ഇവിടെ നമുക്ക് 3 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓട്ടോ ഹോൾഡ് സ്വിച്ച്, പാർക്കിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ച്, പിന്നെ നമുക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. പിന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു റോട്ടറി സ്വിച്ച് ഉണ്ട്, അത് ഡ്രൈവിംഗ് മോഡാണ്. വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പറയാം. ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്ത് നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഫോണൊക്കെ സൂക്ഷിക്കാം. വയർലെസ് ചാർജിങ് പോയിൻ്റ് 2 കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം വയർലെസ് ആണ്. അതുപോലെ ഇവിടുത്തെ ഈ ഡിസൈനൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. നല്ലൊരു ലക്ഷറി ഫീൽ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ഡിസൈൻ. ഇവിടെയൊക്കെ നല്ല ഫിനിഷിങ്, സ്റ്റീലും പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്ത് നല്ല മനോഹരമാക്കി അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ആമറസ്റ്റ് വിത്ത് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അത് തുറക്കാം. അത് തുറക്കുമ്പോൾ അതിനുള്ളിലായിട്ട് നമുക്ക് അവിടെ 2 ചാർജിങ് പോയിൻറ്റും പിന്നെ 12 വോൾട്ടിൻ്റെ വേറെ ഒരു ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ വെൻറ്റിലേഷൻ അവൈലബിൾ ആണ്. വെൻറ്റിലേഷൻ്റെ സ്വിച്ച് ഇതാണ് വെൻറ്റിലേഷൻ്റെ സ്വിച്ച്. നമുക്കത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൂളിങ് വരും, എന്തെങ്കിലുമൊക്കെ വെച്ച് തണുപ്പിക്കാം. കൊള്ളാം, മനോഹരമായിട്ട്. ഇനി നമ്മൾ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു സ്പോർട്ടി ഫിനിഷ് തോന്നിക്കുന്ന സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ്ങിൻ്റെ സ്വിച്ചസൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെയൊക്കെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടാറ്റയുടെ ലോഗോ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ലോഗോ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ടോപ്പ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലാണ്. കൊള്ളാം. ഇവിടെയൊക്കെ സ്റ്റിച്ചിങ് കൊടുത്ത് ലെതർ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി മീറ്ററിലേക്ക് വരുമ്പോൾ വലിയ ഒരു ഡിജിറ്റൽ അനലോഗ് കൂട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇതിൽ നിലവിലിപ്പോൾ ടയറിൻ്റെ പ്രഷർ ലോ ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലുള്ള പല സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിൽ കിട്ടും. ഇനി നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഒക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്റ്റാർ സ്റ്റോപ്പ് സ്വിച്ചിൻ്റെ ഒരു ബട്ടൺ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ആംബിയൻ ലൈറ്റ് നീല കളറിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ലെതർ സ്റ്റിച്ചിങ് ഇത് കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുണ്ട്. എക്സ്ട്രാ ഒരു സ്റ്റിച്ചിങ് കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വൈപ്പറിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. ഇപ്പുറത്ത് നമുക്ക് ലൈറ്റും പാർക്കിങ്ങിൻ്റെ ഒക്കെ സ്വിച്ച് നല്ല കൊടുത്ത് മനോഹരമായിട്ടുണ്ട്. ഇവിടെ എ സി വെൻറ്റ് നല്ല നീളത്തിലാണ് എ സി വെൻറ്റ് പോകുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ സ്റ്റീലിൻ്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ആംബിയൻ ലൈറ്റ് നീല കളറിലുള്ള ആംബിയൻ ലൈറ്റിൻ്റെ അതങ്ങനെ പോകുന്നു. അതിൻ്റെ വശങ്ങളൊക്കെ പിന്നെ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്ത് മനോഹരമാക്കി ചെറിയ സ്റ്റിച്ചിങ് ഒക്കെ അവിടെ പോകുന്നുണ്ട്. കൊള്ളാം. പിന്നെ നമുക്കിവിടെ സ്വിച്ചുകളൊക്കെ നല്ല കൊടുത്തിട്ടുണ്ട്, നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് എ സി ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ച്, ഇത് നമുക്ക് വീഡിയോ എന്ന സ്വിച്ച് ഉണ്ട്. അപ്പോൾ ക്യാമറയിൽ കണ്ടില്ലേ, നല്ല റെസൊല്യൂഷനുള്ള ഒരു ക്യാമറയാണ് ക്യാമറ. പിന്നെ ഇതിൻ്റെ ഇൻഫോർട്ടൈസേഷൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. പല പല ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് 3D 2D, ഇതിപ്പോൾ 3D ആണ്. അപ്പോൾ 2D ഇട്ടു, ഭയങ്കര റെസൊല്യൂഷനാണ്. പിന്നെ ഇത് വശങ്ങളിലെ ക്യാമറയൊക്കെ കണ്ടില്ലേ, നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫീലാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫങ്ഷനിലേക്ക് വരുമ്പോൾ ഫങ്ഷൻ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, എയർ പ്യൂരിഫയർ, അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോളർ, അതുതന്നെ മീഡിയ, മൂഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആംബിയൻ ലൈറ്റാണ് ഉദ്ദേശിക്കണത്. അത് കളർ മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. അത് കണ്ടില്ലേ, വേറൊരു കളർ വന്നു. നീലയിൽ നിന്ന് നമ്മളൊരു ഗോൾഡ് കളറിലേക്ക് പോയി, വീണ്ടും മാറി. എന്തായാലും രാത്രിയൊക്കെ നല്ല വെളിച്ചം കിട്ടും അതിനകത്ത്. ഇനി നമുക്ക് ഇതിൽ കാര്യങ്ങൾ കൊള്ളാം. പിന്നെ നമുക്ക് 9 സ്പീക്കറും ഒരു സബ് വൂഫറാണ് വരുന്നത്. എന്തായാലും കൊള്ളാം. ട്യൂട്ടർ അടക്കമുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒക്കെ കണ്ടില്ലേ, വീഡിയോ ഓൺ ആക്കുമ്പോൾ പിന്നെ ഇവിടെ ഓട്ടോ ഡിമ്മിങ് മിററാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ 2 ഫോൺ ചെയ്യാനുള്ള സംഭവം എമർജൻസിയാണ്. ലൈറ്റിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ബട്ടൺസ് കൊടുത്ത് നല്ല റീഡിങ് ലാമ്പ് വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ലൈറ്റും വാനിറ്റി മിററും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൺറൂഫ്, പാനോറമിക് സൺറൂഫാണ് വരുന്നത്, നല്ല വലുപ്പത്തിലുള്ള സൺറൂഫ്. ഇത് നമുക്ക് ഡിസ്കവറി സ്പോട്ടിനെ ഓർമ്മിപ്പിക്കെങ്കിലും ഒന്നുമല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സൺറൂഫാണ് ഈ ഹാരിയറിൻ്റെ സൺറൂഫ്. അടിപൊളി സൺറൂഫാണ് കേട്ടോ. അത് ഒരു വണ്ടിയുടെ ഭാഗത്തോളം അല്ലെങ്കിൽ പകുതി ഭാഗത്തോളം അങ്ങനെ തുറന്നു പോവാണ്. കൊള്ളാം. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനത് വണ്ടി ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ പറഞ്ഞ പോലെ മനസ്സിലാവില്ല. ഇതൊക്കെ വശങ്ങളിലുള്ള ഇൻഡിക്കേറ്ററൊക്കെ ഇടുമ്പോഴുള്ള ക്യാമറയാണ് ഇപ്പോൾ കാണുന്നത്. കൊള്ളാം. ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. ഇവിടെ എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. ഈ പില്ലറിലൊക്കെ നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. നല്ല മനോഹരമായ ഒരു ഇൻറ്റീരിയർ, നമുക്ക് നല്ല പോസിറ്റീവ് എനർജി തോന്നിയ തരത്തിലുള്ള ഒരു ഇൻറ്റീരിയറാണ്. അതായത് ഒരു ലക്ഷറി വണ്ടിക്കകത്ത് ഇരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക. നമ്മളിനി ബാക്കിലെ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റീൽ ഫിനിഷിങ്ങും ഒരു ബട്ടണും പിന്നെ നല്ല മനോഹരമായ ഡിസൈൻ തീമാണ്. ഇവിടെ കർട്ടൻ അവൈലബിൾ ആണ്, അത് തൂക്കിയിടാം. വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഊരി താഴേക്കും വയ്ക്കാം. നല്ലൊരു ഫീച്ചറായിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഫോൺ വയ്ക്കാവുന്ന ഒരു സൗകര്യം, കിടത്തിടാം ഫോൺ, അത് കൊള്ളാം. പിന്നെ നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡർ 2 വരുന്നു. പിന്നെ സ്പീക്കർ, അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡിലൊക്കെ നല്ല നല്ല മനോഹരമായൊരു ഹാൻഡിൽ തന്നെയാണ്. അതിലൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സീറ്റിലേക്ക് വരുമ്പോൾ കയറിയിരിക്കാം. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ടിലെ സീറ്റ് നീക്കിയിട്ടുണ്ട്, എന്നാലും നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് സെൻറ്റർ ടണലിന് ഹൈറ്റിലായതിൻ്റെ പേരിൽ തന്നെ 3-4 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. ഈ സീറ്റൊക്കെ നല്ല ഡിസൈൻ നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫോൺ വയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ ചാർജിങ് പോയിൻ്റ് 2 കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ വെക്കാവുന്ന സൗകര്യം ഇപ്പുറത്തെ സീറ്റിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് റൂഫിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ സൺ റൂഫിൻ്റെ 4 വശങ്ങളിൽ ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. അതെന്തായാലും കൊള്ളാം. സൺ റൂഫ് ഇങ്ങനെ അങ്ങോട്ട് തുറന്നു പോയിട്ടുണ്ട്. അപ്പോൾ
ഞാൻ ഒരു അമ്പലത്തിൻ്റെ അവിടെയാണ് ഈ വണ്ടി ഷൂട്ടിംഗ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇവിടെയുള്ളൊരു ആൽമരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് പച്ചപ്പ് ഹരിതാഭയും കാണണമെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. സൺറൂഫിൽ കൂടെ അങ്ങോട്ട് നോക്കാം. നല്ല വിശാലമായ ഒരു സൺറൂഫ്, പച്ചപ്പും ഹരിതാഭയും ഒക്കെ ഉള്ള സൺറൂഫ് കൊള്ളാം. ഇനി നമ്മൾ ഇവിടെ ഹെഡ് റെസ്റ്റ്, നല്ല വീതിയുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ആംറെസ്റ്റ്, 2 കപ്പ് ഹോൾഡേഴ്സോട് കൂട്ടുള്ള ആംറെസ്റ്റ് കൊടുത്തിരിക്കുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്, ഒരു കുറ്റവും പറയാൻ പറ്റണില്ലല്ലോ. കൊള്ളാം, അടിപൊളി ഇൻറ്റീരിയർ. ഇനി എൻജിൻ റൂമിലേക്ക് വരുമ്പോൾ ചെറിയ ഒരു എൻജിൻ റൂമാണെന്ന് തോന്നുമെങ്കിലും നല്ല വലുപ്പത്തിൽ തന്നെയാണ്. ഇവിടെ ക്രയോടെക് 170 എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. കൊള്ളാം, മനോഹരമായ ഒരു എൻജിൻ റൂം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി വിശേഷങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. 4605 മില്ലിമീറ്റർ വലിപ്പമുള്ളൊരു വാഹനമാണ് ഓടിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും ഒരു ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് വളരെ ലൈറ്റായിട്ടാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആയാലും അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷനായാലും നല്ല കമാൻഡിങ് പൊസിഷനാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ 1956 സിസിയിലെ 4 സിലിണ്ടർ ക്രയോടെക്കിൻ്റെ 170യുടെ 2 ലിറ്റർ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ടർബോ ചാർജർ എഞ്ചിനാണ്, BS6 ഫേസ് 2 എഞ്ചിനാണ്. അതുപോലെ തന്നെ 3750 RPM 168 bhp ആണ് പവർ. 1750 മുതൽ 2500 RPM 350 Nm ടോർക്ക് നമുക്കിതിൽ ലഭിക്കുന്നതാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഡ്രൈവിംഗ് കംഫർട്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുക. അതുപോലെ തന്നെ പല ഡ്രൈവിംഗ് മോഡുകളും ഇതിനകത്തുണ്ട്. സ്പോർട്സ് ആയാലും, സ്പോർട്സ് മോഡായാലും, ഇക്കോ മോഡായാലും വളരെ രസകരമായ പല ടെറൈനിലും ഓടിക്കാൻ പറ്റുന്ന പല മോഡുകൾ നമുക്ക് ഇതിൽ കിട്ടും. 2741 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ്. അതുകൊണ്ട് തന്നെ നല്ല ഇൻറ്റീരിയർ സ്പേസാണ്. ഞാൻ പിന്നെ ഒരു ക്യാമറയിൽ ഒരു കാര്യം കാണിച്ചു തരാൻ പറ്റും. ഇവിടെ ഞാനൊരു റെയിൽവേ ക്രോസിൽ വണ്ടി നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇതിപ്പോൾ പുറത്തുനിന്നുള്ള വിഷ്വലാണ്. അതേ വിഷ്വൽ, അതേ ക്ലാരിറ്റിയിൽ ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണ് കേട്ടോ ഇതിൻ്റെ സ്ക്രീനും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ലൈനൊക്കെ നമുക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട്. അതായത് നമ്മളിപ്പോൾ ലൈൻ തെറ്റിച്ചൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു വാണിംഗ് ഇതോടുകൂടി തന്നെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സ്ലോ ആക്കി. അപ്പോൾ അതേ വശങ്ങളിലെ ടയർ നമുക്ക് വെള്ള ലൈനിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ടയർ നിൽക്കുകയാണോ ഇല്ലയോ നമുക്ക് ആരുടെ സഹായം കൂടാതെ തന്നെ, മിററിൽ നോക്കാതെ തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ടയർ ലെഫ്റ്റ് റൈറ്റൊക്കെ എല്ലാം കറക്റ്റായിട്ട് ടയർ നിൽക്കുകയാണ്. നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അഡാസിൻ്റെ ഒരുപാട് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വളരെ രസകരമായിട്ട് നമുക്ക് ഓടിച്ചാൻ പറ്റുന്ന ഒരു ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടും. സ്പോർട്സ് മോഡായാലും ഇക്കോ മോഡായാലും വളരെ രസകരമായിട്ട് നമുക്ക് ഓടിച്ച് പോകാം. വളരെ ലൈറ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു എൻജിൻ സെറ്റപ്പും അതുപോലെ തന്നെ വണ്ടിയായാലും ഒക്കെ. പിന്നെ സ്പോർട്സ് മോഡ് ഇപ്പോൾ കണ്ടില്ലേ, ഒരു കുതിപ്പ്. സാധാരണ മറ്റുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ സ്പോർട്സ് മോഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു കുതിപ്പൊന്നും ഫീൽ ചെയ്യാറില്ല. ഇത് നമുക്ക് പെട്ടെന്നൊക്കെ അനുഭവിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ അനുഭവിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഫിയർലെസ് എഡിഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേടി കൂടാതെ തന്നെ ഈ വണ്ടി ഓടിച്ചു കൊണ്ടുപോകാം. അതിനുള്ള അഡാസ് ഫീച്ചേഴ്സ് എല്ലാം കുത്തി നിറച്ചിട്ടുണ്ട് ഈ ഫിയർലെസ് ഡാർക്ക് എഡിഷൻ എന്ന ഈ ഹാരിയറിനകത്ത്. കൊള്ളാം, നല്ല മനോഹരമായ ഒരു ഡ്രൈവിംഗ് കംഫർട്ടാണ് എനിക്ക് ഇത്ര നേരം കിട്ടിയത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഈ വണ്ടി ഓടിക്കുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്ര നല്ല ഡ്രൈവിംഗ് കംഫർട്ടും പിന്നെ ഡിസൈനായാലും ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഒരു രക്ഷയില്ലാത്തൊരു ഡിസൈനാണ് ഇതിൻ്റെ ഡിസൈൻ. ടാറ്റയുടെ വാഹനങ്ങൾ പൊതുവെ സേഫ്റ്റിയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണെങ്കിലും നമുക്ക് ഇതിനകത്ത് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. അതുപോലെ തന്നെ 6 എയർ ബാഗ് ഉണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഓവർ സ്പീഡ് വാർണിംഗ്, ആൻറ്റി തെഫ്റ്റ് എൻജിൻ ഇമ്മൊബിലൈസർ, പിന്നെ അതുപോലെ തന്നെ ഫ്ലാഷിംഗ് എമർജൻസി ബ്രേക്ക് ലൈറ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ്, വോയിസ് കമാൻഡ് സപ്പോർട്ട്, ABS, EBD, ESP, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, റൈഡ് സെൻസിങ് വൈപ്പർ. അതുപോലെ തന്നെ ഞാൻ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം മറന്നുപോയെന്ന് തോന്നുന്നു. നമുക്ക് ഹെഡ്ലൈറ്റ് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പും അതുപോലെ തന്നെ കോർണർ ഹെഡ് ലാമ്പാണ്, വശങ്ങളിലേക്ക് തിരിയുന്ന ഹെഡ് ലാമ്പാണ്. അതുപോലെ തന്നെ ഫോളോ മീ ഹോം ഹെഡ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വാറണ്ടിയിലേക്ക് വരുമ്പോൾ ഒന്നിൽ 1,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷമാണ് അതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോറൂമിലത്തെ നമ്പർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മളിതിൻ്റെ പ്രൈസിലേക്ക് വരുമ്പോൾ 32 ലക്ഷമാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്.
ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള ഹൈസൺ മോട്ടോഴ്സാണ്. അപ്പോൾ അവിടെയുള്ള ജീവനക്കാരനോടും മറ്റ് സ്റ്റാഫിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വണ്ടിയുടെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.